ഹലോ ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുചിത്ര. ഞാനുള്ളത് ശ്രീനാരായണ മെഡിക്കൽ കോളേജിലാണ്. അമ്മ അഡ്മിറ്റ് ആണെന്ന് അറിയാലോ. അവിടുത്തെ ഔട്ട് സൈഡ് വ്യൂ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. മഴയൊക്കെ പെയ്യാൻ പോവാണ് കേട്ടോ. ആ നടുക്ക് കാണുന്നത് താമരയാണ് കേട്ടോ അവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അകത്ത് നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ്. പുറത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഹോസ്പിറ്റലിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഹോസ്പിറ്റലാണ്. ഞങ്ങൾ ഇവിടെ തന്നെയാണ് എപ്പോഴും വരുന്നത് കേട്ടോ. അമ്മയ്ക്ക് ശ്വാസതടസ്സമൊക്കെ വരുമ്പോൾ രാവിലെ തന്നെ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കേട്ടോ. ഇഡ്ഡലിയും പിന്നെ ഒരു വടയും ചട്നിയും ആണ് നമുക്ക് കൊടുത്തത്. അതിനുശേഷം ഞാൻ 2 പൂരി സാമ്പാറും ചട്നിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മയെ ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്തത് കേട്ടോ. ആൾക്ക് ഇപ്പോൾ ഏകദേശം ഞങ്ങൾ 6 ദിവസമായി അഡ്മിറ്റായിട്ട്. അപ്പോൾ അതിനുശേഷം ആളെ കുളിപ്പിച്ച് റെഡിയാക്കി ഒന്ന് ഇരുത്തിയിട്ടുണ്ട്, സുന്ദരി കുട്ടിയാക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ട്രിപ്പ് ഇട്ടു കേട്ടോ. രാവിലെ 10 മണിക്ക് അമ്മയ്ക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ അകത്ത് കേട്ടോ. നല്ല ക്ലീനിങ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഹോസ്പിറ്റൽ ഫുള്ള്. പിന്നെ അമ്മയ്ക്കുള്ള ഫുഡ് കൊടുത്തു ഉച്ചയ്ക്ക്. അതിനുശേഷം ഞാനൊന്ന് കുളിച്ചു. പിന്നെ ഇത് അവിടെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്ത് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു മേക്കപ്പ്, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു, പിന്നെ ഒരു പൗഡർ ഇട്ടു. പിന്നെ നമ്മൾ ഒന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലല്ലേ, അപ്പം വലിയൊരു മേക്കപ്പ് ലുക്കൊന്നും അല്ല വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു പൊട്ടുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ ട്രിപ്പ് തീരുന്നില്ല. രാവിലെ ഇട്ട ട്രിപ്പാണ്. ഏറ്റവും സ്ലോവിൽ പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിന് ശേഷം ഞാൻ കഴിക്കുകയാണ് കേട്ടോ. സാമ്പാറുണ്ട്, മുട്ടയുണ്ട്, പപ്പടമുണ്ട്. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ്. അപ്പുറത്തെ ബെഡിലുള്ള മോളും എനിക്ക് അവരുടെ കറിയും കൂടി തന്നു. നമ്മളുടെ കറി അങ്ങോട്ടും കൊടുത്തു. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ കഴിക്കുക. അപ്പോൾ ഞങ്ങൾ വന്ന 2 ദിവസത്തിന് ശേഷമാണ് കേട്ടോ അവർ വന്നത്. എനിക്കൊരു കൂട്ടായ അനിയത്തിക്കുട്ടിയെ കിട്ടിയൊരു സന്തോഷം. അതിനുശേഷം ഞാൻ പഠിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ LP UP എക്സാമൊക്കെ വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ച് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇത് ഞാൻ അറിയാതെ അവളുടെ ഫോണിലെടുത്ത വീഡിയോ ആണ്. അതിനുശേഷമുള്ള വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്നാണ് ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബുക്കും പിടിച്ച് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അതിനുശേഷം ഞാനും സഫീന എന്നാണ് കേട്ടോ അവളുടെ പേര്. ഞങ്ങളൊന്ന് പുറത്ത് പോയി. പിന്നെ അമ്മയ്ക്ക് മാങ്ങ കട്ട് ചെയ്ത് കൊടുത്തു. ഞാനും കഴിച്ചു. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മാങ്ങയ്ക്ക്. ഒരു രുചിയും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിച്ചു എന്ന് മാത്രം. അപ്പോൾ അതിനിടയിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ മെഷീനുണ്ട് നമുക്ക് ഹോട്ട് വാട്ടറും നോർമൽ വാട്ടറും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഹോട്ട് വാട്ടർ എടുത്ത് കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ നമ്മുടെ പൊറോട്ട പഞ്ചസാര ഇട്ടിട്ട് ഇതിങ്ങനെ മടക്കി കഴിക്കും. കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അതിനിടയിലൊന്ന് ബുക്കൊന്ന് മറിച്ച് നോക്കി അവളാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തായിരുന്നു. നല്ലൊരു കുട്ടിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അതിനുശേഷം രാത്രിയായപ്പോൾ ഞാനൊന്ന് കുളിക്കാനായിട്ട് പോയിട്ടോ. വീട്ടിലത്തെ ശീലം നമ്മൾ എവിടെ ചെന്നാലും ചെയ്യണമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞു. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഹെയറൊക്കെ ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. അമ്മയുടെ ട്രിപ്പ് അപ്പോഴും തീർന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്താണ് കേട്ടോ ട്രിപ്പ് ഇടുന്നത്. രാവിലെ ഇട്ടതാണ് 10 AM. അങ്ങനെ അമ്മ ട്രിപ്പ് തീരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുക. ഏറ്റവും സ്ലോവിൽ ഇടാൻ പാടുള്ളൂ. അങ്ങനെ അമ്മയ്ക്ക് ഫുഡ് കൊടുത്തു, അമ്മയ്ക്ക് മെഡിസിൻ കൊടുത്തു. അങ്ങനെ അമ്മ മെഡിസിനൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും ട്രിപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഏറ്റവും സ്ലോവിൽ എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്ലോവിൽ മാത്രമേ അത് കയറാൻ പാടുള്ളൂ കേട്ടോ. അത് ഇത്രയും ടൈമായത്. പിന്നെ അതിനിടയിൽ ഞാൻ വീഡിയോ എടുത്തു എന്നല്ലേ. പിന്നെ രാത്രി ക്യാരറ്റ് ഉണ്ട്, പിന്നെ പരിപ്പ് കറിയും അച്ചാറ് ഉണക്കച്ചുമ്മിനൊക്കെ കൂട്ടി ഞാൻ അങ്ങനെ കഴിച്ചു. അപ്പോൾ രാവിലത്തെ ഫുഡ് അച്ഛൻ കൊണ്ടുവന്നു കേട്ടോ ഉച്ചക്കലത്തേക്കുള്ളത്. പിന്നെ ഇത് ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെയാണ് നമ്മൾ കഴുകുന്നൊരു സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പ്ലേറ്റൊക്കെ കഴുകി വീണ്ടും അമ്മയ്ക്ക് ട്രിപ്പ് ഇട്ടു. ഞാനിവിടെ താഴെ കിടക്കുന്നത് അമ്മയ്ക്ക് വിളിക്കാൻ എളുപ്പത്തിന് ടോയ്ലറ്റിലൊക്കെ പോകാൻ രാത്രി വിളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ട്രിപ്പ് തീർന്നു. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്ന സ്ഥലം. അപ്പോൾ അപ്പുറത്ത് ഇത്തയുമുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ അവിടെ കിടന്നിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കളിക്കായിരുന്നു എന്ന് ഇത്ത പറഞ്ഞു കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ അത്രയും